വധശിക്ഷ നടപ്പാക്കാനുള്ള സന്ദേശം ജയിലിൽ ലഭിച്ചെന്ന നിമിഷപ്രിയ പറയുന്നു. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ സന്ദേശം 24 ലഭിച്ചു. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനാണ് ഈ സന്ദേശം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. യമനിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് കിടക്കുന്ന നിമിഷപ്രിയയുടെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. ആ വോയിസിൽ അവർ പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെ വധശിക്ഷക്ക് വിധിക്കപ്പെട്ടു, ഇതാ ഈ ഒരു റമദാൻ മാസം കഴിഞ്ഞാൽ അവരെ വധശിക്ഷ നടപ്പിലാക്കുമെന്നുള്ളത്. ആ വോയിസ് ഒന്ന് കേൾക്കാം. ആ വോയിസ് വന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു കാര്യം പറയാനുണ്ട്. ഇവിടുത്തെ ഒരു ലോയർ സ്ത്രീ, വേറൊരു ലോയർ സ്ത്രീ, കഴിഞ്ഞ ദിവസം അബ്ദുൽ ഫത്തയെ കണ്ട ലോയർ സ്ത്രീ അല്ല, വേറൊരു ലോയർ സ്ത്രീ അവരുമായിട്ട് അവർ തന്നെ ഫോണിൽ ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ജയിലിലെത്തുന്നത് എല്ലാവരുടെയും സൈനോട് കൂടി ആയിരിക്കും ഇവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പോൾ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? എന്താണ്, എല്ലാവരും ഭയങ്കര പേടിയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഭയങ്കര വിഷമത്തോടെ ഇവിടെ കാര്യങ്ങളൊക്കെ, എന്താണ് കാര്യം, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഓക്കെ, നിമിഷപ്രിയയുടെ ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവരതിൻ്റെ ആ ഒരു വിഷമം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം അവരെ സംരക്ഷിക്കും, അവരെ രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അവർ ചെയ്ത തെറ്റൊരു വലിയ തെറ്റൊക്കെ തന്നെയാണ്. എന്നാൽ പോലും അവരുടെ ആ ഒരു ചെറിയ പെൺകുട്ടി, ആ മകളുടെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മയെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൂടാതെ തന്നെ അവരുടെ അമ്മ, നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോഴും യമനിൽ തന്നെയാണ്. എങ്ങനെയെങ്കിലും അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ എംബസിക്ക് ഒരു മെസ്സേജ് വരികയാണ്. അതും യമൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന്, ഇവർ കിടക്കുന്ന ജയിലിൽ നിന്നും ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നിമിഷപ്രിയക്ക് വന്ന ഒരു കോൾ ഉണ്ട്. അതായത് ഏതോ ഒരു സ്ത്രീ വിളിച്ചുകൊണ്ട് പറയാണ്, ഒരു ലോയർ വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങളെ വധശിക്ഷക്ക് വിധിക്കാൻ പോവുകയാണ്, എല്ലാ കാര്യങ്ങളും റെഡിയായി എന്നുള്ളത്. പക്ഷെ അതിന്റെ പിന്നിലൊരു വലിയ നുണ നടന്നു എന്നുള്ളതാണ്. ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ജയിലിൽ നിന്നും വന്ന വേറൊരു ഇൻഫർമേഷനാണ്. ഇപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവില്ലെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നു. സന ജയിലാണ് ഇക്കാര്യം അറിയിച്ചതായി സ്ഥിരീകരിച്ച യമനിലെ ഇന്ത്യൻ എംബസി വാർത്ത പുറത്തുവിടുന്നത്. അത് കേട്ടില്ലേ നിങ്ങൾ? അതായത് യമനിൽ അങ്ങനെ ഒരു കാര്യം തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ആരാണ് നിമിഷപ്രിയയെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് പേടിപ്പിച്ചത് എന്നുള്ളതാണ് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഇപ്പൊ ഒരു സാധ്യതയാണ്, ഇപ്പൊ നിമിഷപ്രിയ കൊന്ന ആ ഒരു ആളുടെ ഫാമിലി അത്ര നല്ല ഫാമിലി ഒന്നുമല്ല. ആ മരണപ്പെട്ട വ്യക്തിയും അത്ര വൃത്തിയുള്ളൊരു മനുഷ്യനൊന്നല്ല, ഒരു വൃത്തികെട്ട നാറിയാണ്. അവൻ ചെയ്ത കാടത്തരങ്ങളൊക്കെ ഇപ്പൊ നിമിഷപ്രിയ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിമിഷപ്രിയ അവിടുത്തെ ജയിലിൽ അവർ ചെയ്ത കുറ്റകൃത്യത്തെ കുറിച്ചും കൂടിയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ മലയാളികൾക്ക് ഈ ഒരു വിഷയത്തിൽ വലിയ ഒരു താല്പര്യം പ്രകടമാവാത്തത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു പക്ഷെ ഈ ഒരു മരണപ്പെട്ട ആളുടെ ഫാമിലി ഈ ഒരു കേസ് ഒന്നും കൂടി ശക്തമാക്കാൻ അവർക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ബ്ലഡ് മണിയൊക്കെ വാങ്ങിയെടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഒരു ബാർഗെയിനിങ്ങിനൊക്കെ സമയം കിട്ടുമല്ലോ എന്നുള്ള ധാരണയിൽ ചെയ്തതാവാനാണ് സാധ്യത. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അതെ അഭിലാഷ, ഇന്ന് വന്ന ആശങ്കകൾക്ക് താൽക്കാലികമായെങ്കിലും വിരാമമാവുകയാണ്. വധശിക്ഷയുമായി ബന്ധപ്പെട്ട് പുതിയ ഉത്തരവോ നിർദ്ദേശങ്ങളോ ഒന്നുമില്ല എന്ന് യമനിൽ നിമിഷപ്രിയ കഴിയുന്ന സനയിലെ ജയിൽ അധികൃതർ തന്നെ ഇന്ത്യൻ എംബസി അധികൃതരെ അറിയിച്ചിരിക്കുകയാണ്. ഇതാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു സ്പീഡാക്കാൻ വേണ്ടി, ആ ഫണ്ട് കൈക്കലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇപ്പൊ മരണപ്പെട്ട ആ ഒരു നാറിയുടെ ഫാമിലി തന്നെ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് കുറെ വൃത്തികേടുകൾ കാണിക്കാനുള്ള ഒരു സമ്പത്ത് അവർ ചോദിക്കുകയുണ്ടായി. ആ ഒരു ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ഒരുപാട് ഫണ്ട് വേണം എന്നുള്ള കാര്യങ്ങളും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഒരു സംശയം ഈ ഒരു വിഷയത്തിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇവരെ തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ കഴുത്തറക്കാനോ ഒന്നും അവിടെയുള്ള ഭരണകൂടം ഇപ്പോൾ തയ്യാറല്ല. കാരണം ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡീല് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മരണപ്പെട്ട ആളുടെ ഫാമിലിക്ക് ബ്ലഡ് മണി വേണം. അപ്പോൾ അവരത് വാങ്ങും. ഈ ഒരു കേസിൽ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് സേവ് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നു, അതിനുവേണ്ടിയുള്ള പണി എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പം വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അബ്ദുൾ റഹീമിനെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് ആളുകൾ വളരെ പെട്ടെന്ന് ഫണ്ട് സമ്പാദിച്ച് അവിടെ എത്തിച്ചിട്ട് പോലും
അദ്ദേഹത്തിനെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഇപ്പോഴും അതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒരു പക്ഷേ ഒരുപാട് ആളുകൾ പറയുന്നത് ഈ റമദാൻ മാസത്തിലായിരിക്കാം, നോമ്പിന്റെ കഴിഞ്ഞ് പെരുന്നാൾ സമയത്താവും അദ്ദേഹത്തിന് വെറുതെ വിടുക എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ വേറൊരു കാര്യമാണ്. നിമിഷപ്രിയ ചെയ്ത ഒരു കുറ്റകൃത്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ മയക്കാനുള്ള മരുന്ന് കുത്തിവെക്കുന്നു. ആ മരുന്ന് ഓവർഡോസ് ആയിട്ട് ആള് മരിക്കുന്നു. ആള് മരിച്ചപ്പോൾ ആളെ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബാഗിലാക്കി ഒരു ടാങ്കിൽ, വാട്ടർ ടാങ്കിലാണ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. എന്നിട്ട് അതേ നാട്ടിൽ തന്നെ ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയാണ്. അങ്ങനെ പോലീസുകാർ പിടിക്കുന്നു, പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. പക്ഷെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാൾ മരണപ്പെട്ട സമയത്ത് പേടിച്ച് ഭയം കൊണ്ട് തൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ വിളിക്കുന്നുണ്ട്. ആ ഒരു സ്ത്രീ വന്നിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു കഷ്ണങ്ങളാക്കുന്ന പരിപാടിയൊക്കെ ചെയ്തതെന്നുള്ളതാണ്. അവരെ വിളിക്കുന്ന സമയത്ത് തന്നെ ഇവർ ബോധം പോയി കിടക്കുകയാണ്. അവരൊരു മരുന്നൊക്കെ അടിച്ചിട്ട് ബോധം ആകെ ടെൻഷൻ ആയതുകൊണ്ട് അവരും ആ ഒരു രീതിയിൽ കിടക്കായിരുന്നു. കണ്ണു തുറന്നു നോക്കുമ്പോഴാണ് ഇന്ന ആള് ഇന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവരുടെ വോയിസ് തന്നെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിമിഷപ്രിയ ചെയ്തത് ആ ഒരു മരുന്ന് കുത്തിവെക്കൽ മാത്രമാണ്. കഷ്ണം തുണ്ടമാക്കിയത് മറ്റൊരാളാണ് എന്ന രീതിയിലാണ് നിമിഷപ്രിയ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഇവരെ വധശിക്ഷക്ക് വിധിച്ചിരുന്നു. പക്ഷെ ഇപ്പോ അതൊന്നുമില്ല. അതൊരു നുണയായിരുന്നു, അല്ലെങ്കിൽ ആരോ ഒരാൾ ഒരു ഫേക്ക് അടിച്ച് ഇറക്കി. ഒരു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ നാറിയുടെ ഫാമിലി ഈ ഒരു പൈസക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഫണ്ട് കിട്ടാൻ വേണ്ടി ചെയ്ത ഒരു ഊളത്തരമാകാം. എന്തൊക്കെയായാലും നിമിഷപ്രിയയുടെ അമ്മയ്ക്കും അവരുടെ ഫാമിലിക്കും ഉണ്ടായ വിഷമം ഒന്നും പറഞ്ഞറിയിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത്. നിമിഷപ്രിയ പോലും ഭയങ്കര വിഷമത്തിലാവും നിന്നിട്ടുണ്ടാവുക, വിറച്ചിട്ടാവും നിൽക്കുന്നുണ്ടാവുക അല്ലേ. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പെരുന്നാളാണ്, നാളെ പെരുന്നാളാണ്, മറ്റന്നാ അത് ചെയ്യും എന്നുള്ള ഭയത്തിൽ നിൽക്കുകയാണ്. എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഇങ്ങനൊരു സേവ് നിമിഷപ്രിയ എന്നുള്ള ഫൗണ്ടേഷനിലേക്ക് ഒരു വാട്സപ്പ് സന്ദേശം അയച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് ഏത് രീതിയിലാണ് ഈ യമൻ ജയിലിലൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയും അറിയില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. വാട്സപ്പ് സന്ദേശം എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇനിയിപ്പോൾ ഒരു കോൾ ചെയ്ത് റെക്കോർഡ് ചെയ്തതാണോ ഒന്നും പറയാൻ കഴിയില്ല. അതൊരു വലിയ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും അവരെ കോൾ ചെയ്ത് അവരെ പേടിപ്പിച്ച, ഭയപ്പെടുത്തിയ ആ സ്ത്രീ ആരാണ് എന്നുള്ള ഒരു പിടിയും ഇപ്പോഴും കിട്ടുന്നില്ല. യമൻ ജയിലിൽ നിന്നും അവരെ വധശിക്ഷക്ക് വിധിച്ചിട്ടുള്ള പേപ്പറും വന്നിട്ടില്ല. അത് നുണയാണ് എന്നുള്ള ഒരു കാര്യം വലിയൊരു ഭാഗ്യമാണ്. കാരണം അവരെ സത്യം പറയുന്നുണ്ടെങ്കിൽ അവരോടൊരു മലയാളികൾക്ക് ഒരുപാട് വെറുപ്പുണ്ട്. അവർ ചെയ്ത കുറ്റകൃത്യം അവരെ ഏറ്റു പറഞ്ഞപ്പോൾ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മലയാളികൾക്ക് വെറുപ്പുണ്ട്. പക്ഷെ അവർ മരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ സത്യം പറയിച്ച വിഷമം തന്നെയാണല്ലേ. ഓക്കെ, എന്തായാലും വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ കുറച്ച് ദിവസം എമ്പുരാന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അല്ലേ. ഓക്കെ, ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ്.